വർഷം 1944 ഗ്രിഗറി പൗല എന്ന പ്രധാന കഥാപാത്രങ്ങൾ വരുന്ന ദ ഗ്യാസ് ലൈറ്റ് എന്ന ചിത്രത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ആ ചിത്രത്തിൽ കാണിക്കുന്നത് ഇന്ന് നമ്മൾ എപ്പോഴും സെഷനിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഗ്യാസ് ലൈറ്റിംഗ് എന്നൊരു ഇമോഷണൽ അബ്യൂസിനെ പറ്റിയാണ്. അറിഞ്ഞുകൊണ്ട് വീട്ടിലെ ഗ്യാസ് ലൈറ്റ് ഡിമ്മാക്കിക്കൊണ്ടിരിക്കുകയും എന്നിട്ട് വൈഫായ പൗല ചോദിക്കുമ്പോൾ നിനക്ക് തോന്നുകയാണ് ഇവിടെ ഗ്യാസ് ലൈറ്റ് ഒന്നും ഡിമ്മായിട്ടില്ല എന്ന് പറയുകയും ചെയ്ത് ഒരാളുടെ വാക്കുകൾ കൊണ്ട് മാത്രം, അതായത് അബ്യൂസറിന്റെ വാക്കുകൾ കൊണ്ട് മാത്രം സ്വന്തം പെർസെപ്ഷൻ തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വിക്ടിം എത്തുകയും ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന ഇമോഷണൽ അബ്യൂസ്. ഞാൻ സ്വാതി ചന്ദ്രൻ, ബോധാസായിലെ ചീഫ് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. വാക്കുകൾ കൊണ്ട് മാത്രം ഒരാൾക്ക് മറ്റൊരാളുടെ റിയാലിറ്റി അല്ലെങ്കിൽ അയാളുടെ പെർസെപ്ഷൻ, മെമ്മറി ഇതിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, മാറ്റാൻ കഴിയും എന്നൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് എനിക്കറിയാം. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് മിക്കപ്പോഴും അബ്യൂസർ എന്ന് പറയുന്നത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ അതോറിറ്റി ഉള്ള ഒരാളായിരിക്കും. 3 വഴികളിലൂടെ സൈക്കോളജിക്കൽ മെക്കാനിസത്തിലൂടെയാണ് ഇവർ ഈ കാര്യം നേടിയെടുക്കുന്നത്. 1 ഇന്റർമിറ്റന്റ് റീൻഫോഴ്സ്മെന്റ്, 2 ഇമോഷണൽ ഇൻവാലിഡേഷൻ, 3 കൊഗ്നിറ്റീവ് ഡിസണൻസ്. എന്താണ് ഇന്റർമിറ്റന്റ് റീൻഫോഴ്സ്മെന്റ്? അതായത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇവർ അബ്യൂസ് അല്ല തരിക, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളോട് നല്ല കാര്യങ്ങളാവില്ല ചെയ്യുക, രണ്ടും ഇടയ്ക്കിടയ്ക്ക് ആയിരിക്കും ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രതീക്ഷ വരും. നമ്മുടെ ഗാംബ്ലിംഗ് ഒക്കെ പോലെ നമുക്ക് ചില സമയത്ത് നല്ല പൈസ കിട്ടും, ചില സമയത്ത് കിട്ടാതെ വരും. അപ്പൊ നമുക്ക് അതിനുള്ള അഡിക്ഷൻ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൃത്യമായിട്ടും ഒരു ബിഹേവിയർ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയല്ല പലതരത്തിലുള്ള ബിഹേവിയർ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് നമുക്ക് സംഭവിക്കുന്നത്. രണ്ടാമത്തത് കൊഗ്നിറ്റീവ് ഡിസണൻസ് ആണ്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല. ഒരു തവണ നിങ്ങൾ അവരുടെ വാക്കുകൾ വിശ്വസിക്കുമ്പോൾ അവരുടെ ബിഹേവിയർ വേറൊരു വഴിക്കായിരിക്കും. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. ഇതിനെയാണ് കൊഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഏതാണ് റിയൽ ഏതാണ് മോശം എന്നൊന്നും കണ്ടുപിടിക്കാനോ മനസ്സിലാക്കാനോ പറ്റാതെ വരും, ഒരു ഫോഗ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ. കൊഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് വെച്ചാൽ ഒരേ സമയത്ത് കോൺട്രഡിക്ഷൻ ഉള്ള 2 ബിലീഫോ വാല്യൂസോ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് നമുക്കറിയാം. പക്ഷെ അതേസമയം നിങ്ങൾ സ്മോക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, അപ്പോൾ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യും. ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളോട് തന്നെ പറയും, ഞാൻ ഇനി സ്മോക്ക് ചെയ്യില്ല, ഞാൻ സ്മോക്കിംഗ് നിർത്താൻ പോവുകയാണ്. അതല്ലെങ്കിൽ പറയും, സ്മോക്ക് ചെയ്താലും ഇല്ലെങ്കിലും ആളുകൾ മരിക്കുമല്ലോ എന്നൊക്കെ. ഇതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പിൽ നടക്കുക. ഒരേ സമയം നിങ്ങൾക്ക് 2 ഇൻഫർമേഷൻസ് കിട്ടും. എന്റെ പാർട്ട്ണർ എന്നെ ഹെർട്ട് ചെയ്യുന്നുണ്ട്, മറ്റൊരു ഇൻഫർമേഷൻ എന്റെ പാർട്ട്ണർ എന്നെ ലവ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോവില്ല. അപ്പൊ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ സമാധാനിപ്പിക്കാനായിട്ട് ഒരു ഉത്തരം കണ്ടെത്തും. എന്റെ പാർട്ട്ണറിന്റെ മൂഡ് കൊണ്ടായിരിക്കാം, അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അൺഇന്റൻഷനലി ആയിരിക്കാം എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ള തരത്തിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിനെ കുറയ്ക്കാൻ നോക്കും. പക്ഷെ ഇങ്ങനെ കുറയ്ക്കാൻ നോക്കുമ്പോൾ ബ്ലെയിം നിങ്ങൾ തന്നെ എടുക്കേണ്ടി വരും. മൂന്നാമത്തത് ഇമോഷണൽ ഇൻവാലിഡേഷൻ ആണ്. സെഷനുകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്നത് ഇമോഷണൽ ഇൻവാലിഡേഷൻ എന്നുള്ള കാര്യം വരുന്നത് കൊണ്ടാണ്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ കരച്ചിലിനെ, നിങ്ങളുടെ ഇമോഷൻസിനെ ഒക്കെ വില കുറച്ച് പറയും. നീ വെറുതെ കരയുന്നതാണ്, നീ നാടകം കളിക്കുന്നതാണ്, ഇങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, നീ കാര്യങ്ങൾ വഷളാക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഒറിജിനലി ഫീൽ ചെയ്യുന്ന ഇമോഷൻസിനെ അവർ ഇൻവാലിഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. സെൽഫ് ട്രസ്റ്റിൽ തന്നെ അത് ബാധിക്കാനും സാധ്യതയുണ്ട്. പാട്രിക് അർണസ് ഈ ട്രോമ ബോണ്ടിങ്ങിനെ പറ്റി പറയുന്നത് ഒരേ സമയം അബ്യൂസറിനോട് ഫിയർ ഉണ്ടായിരിക്കാം, ഷെയിം ഉണ്ടായിരിക്കാം, അതേസമയം ലവ് ഉണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ക്രേവിങ്സ് നിലനിൽക്കുന്നത് കൊണ്ട്, അതായത് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന സ്നേഹത്തിനോടുള്ള ക്രേവിങ്സ് നിലനിൽക്കുന്നത് മാത്രമാണ് നിങ്ങൾ ആ റിലേഷൻഷിപ്പിലേക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ആ വ്യക്തിയോട് തോന്നുന്ന പ്രണയം അല്ല. കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാസ് ലൈറ്റിംഗിലൂടെ കടന്നു പോകുന്ന വ്യക്തിം കുറെ കഴിയുമ്പോൾ അബ്യൂസറിനോട് ഒരു ട്രോമ ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്റർമിറ്റന്റ് ആയിട്ടുള്ള റീൻഫോഴ്സ്മെന്റ് കിട്ടുന്നത് കൊണ്ടാണ്. വിക്ടിമിന് ഇടയ്ക്കിടയ്ക്കുള്ള ആ നല്ല നിമിഷങ്ങൾ, ഇപ്പൊ സിനിമയ്ക്ക് കൊണ്ടുപോവുക, നിങ്ങളോട് ചിരിച്ച് വർത്താനം പറയുക, സെക്സ് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ക്രാവിംഗ് വരും. കാര്യം അവർക്ക് അതെന്നും കിട്ടുന്നില്ല, എന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ക്രാവിംഗ് വരും. പിന്നെ ഇവർക്ക് അബ്യൂസറിനോട് ആ ഒരു പാറ്റേണിനോട് ഒരു സ്നേഹം തോന്നാനും തുടങ്ങും. നിങ്ങൾ അവിടെ നിൽക്കുന്നത് ഒരു ട്രോമ ബോണ്ടിങ്ങിലേക്കാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ്, അല്ലാതെ നിങ്ങൾക്ക് ആ അബ്യൂസറിനോട് സ്നേഹം ഉള്ളത് കൊണ്ടല്ല. അയാൾ നൽകുന്ന ആ പാറ്റേണിനോടാണ് നിങ്ങൾക്ക് സ്നേഹം വരുന്നത്. നാർസിസ്റ്റിക് വിക്ടിംസിന്റെ ഒക്കെ കൗൺസിലിംഗ് സെഷൻസിൽ പൊതുവെ നമ്മൾ ഇപ്പോൾ ഇമോഷണൽ ആയിട്ട് അല്ലാതെ റിയലിസ്റ്റിക് ആയിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് വിക്ടിമിനോട് സംസാരിക്കുമ്പോൾ വിക്ടിംസ് പൊതുവെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എനിക്കറിയാം എനിക്ക് അവനെ അല്ലെങ്കിൽ അവളെ ഇനി സ്നേഹിക്കാൻ കഴിയില്ല, എന്നോട് ചെയ്ത ഉപദ്രവങ്ങളാണ് എന്നൊക്കെ എനിക്കറിയാം, പക്ഷെ എനിക്ക് അവനോടോ അല്ലെങ്കിൽ അവളോടുള്ള സ്നേഹം മറക്കാൻ കഴിയുന്നില്ല, എനിക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാൻ തോന്നുന്നു, അബ്യൂസ് ആണെന്ന് അറിഞ്ഞാലും എനിക്ക് അവിടെ തന്നെ നിൽക്കാൻ തോന്നുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റേത് തരത്തിലുള്ള അഡിക്ഷൻസ് പോലെ ഇവിടെയും നിങ്ങൾ ആ വ്യക്തിയോടല്ല ആ ഒരു പാറ്റേണിനോട് അഡിക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ അഡിക്ഷൻ നിങ്ങൾക്ക് പോവുകയില്ല. അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വേണം ആ അഡിക്ഷനിൽ നിന്ന് നമ്മൾ മാറേണ്ടത്.
എല്ലാ റിയാലിറ്റികളും അറിയുമ്പോഴും എന്നെ അബ്യൂസ് ചെയ്യുമ്പോഴും, ഇപ്പൊ ഫിസിക്കലി ആണെങ്കിൽ ഇമോഷണലി ആണെങ്കിലും ഒക്കെ അബ്യൂസ് ചെയ്യുമ്പോഴും എനിക്ക് ആ വ്യക്തിയോട് സ്നേഹം തോന്നുന്നു എന്ന് നിങ്ങൾ പറയുന്നതിന് കാരണം നമ്മുടെ ബ്രെയിനിന്റെ ഒരു മെക്കാനിസം കൊണ്ടാണ്. അതായത് അമിഗ്ഡാല ഫിയർ റെസ്പോൺസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യിപ്പിക്കും, അതേസമയം വെൻട്രൽ സ്ട്രാറ്റിയം നിങ്ങൾക്ക് റിവാർഡ്സ് തരുന്നത് കൊണ്ട് അതും ആക്ടിവേറ്റ് ആയിരിക്കും. ഒരേ സമയം അമിഗ്ഡാലയും വെൻട്രൽ സ്ട്രാറ്റിയം ആക്ടിവേറ്റ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫിയറും ഫീൽ ചെയ്യും, അതേസമയം ചില സമയങ്ങളിൽ റിവാർഡും ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു സൈക്കിൾ വിട്ടു പോരാനായിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് തോന്നും. നിങ്ങൾ ആ സൈക്കിളിനോട് അഡിക്റ്റഡ് ആയിരിക്കും. കാലങ്ങളായി അബ്യൂസ് അനുഭവിക്കുന്ന ഒരു വിക്ടിമിന് അയാളെ പറ്റി നല്ല അഭിപ്രായം ഉണ്ടായിരിക്കില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അബ്യൂസർ പറയുന്നത് നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്, ചെറിയ കാര്യങ്ങൾ നീ വലുതാക്കുന്നതാണ്, നിനക്ക് മാനസിക രോഗമാണ്, അല്ലെങ്കിൽ നിനക്ക് സംശയ രോഗമാണ്, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇനി ഞാനാണോ പ്രശ്നം, വിത്ത് എവിഡൻസ് ഉണ്ടെങ്കിൽ പോലും. ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ കൺമുമ്പിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം ഇയാൾ നിങ്ങളെ കത്തിവെച്ച് കൊല്ലാൻ വന്നത്. പക്ഷെ പറഞ്ഞു പറഞ്ഞ് നിങ്ങൾക്ക് തോന്നുകയാണ് അയാൾ കത്തിവെച്ച് കൊല്ലാൻ വന്നതായിരിക്കൂല, ചിലപ്പോൾ ആപ്പിൾ കട്ട് ചെയ്യാൻ പോയതായിരിക്കും എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇവർ പറഞ്ഞു പറഞ്ഞു മാറ്റാൻ നോക്കും. നിങ്ങളോട് മാത്രമല്ല നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവരോട് പോലും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു മാറ്റാനായിട്ട് നോക്കും. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യാതാവുകയും ചെയ്യും. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്ക് പുറത്ത് വരണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇവരുമായിട്ടുള്ള കോണ്ടാക്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. കുറയ്ക്കുക എന്നുള്ളതല്ല, പൂർണ്ണമായും ഒഴിവാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ എവിഡൻസസ് മാത്രം നോക്കുക, ഇമോഷണൽ കണക്ഷൻസ് അല്ല. നിങ്ങളോട് എന്ത് ചെയ്തു, എന്തൊക്കെ ഫോം ഓഫ് അബ്യൂസസ് ആണ് നിങ്ങളോട് ചെയ്തിരിക്കുന്നത്, നിങ്ങളോട് പറയുകയാണ് നീ കണ്ടത് വെറുതെയാണ്, അത് നിന്റെ തോന്നലാണ്. ഈ തോന്നലാണ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ആ കാര്യം എന്താണ് എന്ന് നിങ്ങൾ തന്നെ എടുത്തൊന്ന് വിലയിരുത്തി നോക്കുക. മറ്റാരെങ്കിലും ആണെങ്കിൽ, ഇയാളോട് ഇമോഷണൽ കണക്ഷൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇതേ കാര്യം കണ്ടാൽ എന്തായിരിക്കും ഫീൽ ചെയ്യുക എന്നുള്ളത് വളരെയധികം സബ്ജക്റ്റീവായി നോക്കാതെ ഒബ്ജക്റ്റീവായിട്ട് നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ കുറെ എവിഡൻസസ് ഫോം ചെയ്യും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ട്രോമ ബോണ്ടിങ്ങിലാണ് നിങ്ങൾ എന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ സപ്പോർട്ടീവിന് തെറാപ്പി എടുക്കുക. കാരണം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ ട്രോമ ബോണ്ടിങ്ങിൽ നിന്ന് പുറത്തു വരാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ വിക്ടിം സ്റ്റേറ്റിൽ നിന്ന് സർവൈവർ സ്റ്റേറ്റിലേക്ക് തീർച്ചയായും പോകേണ്ട വ്യക്തികളോടാണ് എനിക്ക് പറയാനുള്ളത്, അബ്യൂസർ നിങ്ങളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ തെറ്റാണ്, നിങ്ങൾ തെറ്റാണ് എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ശരിയാണ് നിങ്ങൾക്ക് തന്നെ തോന്നിപ്പിക്കുന്ന എവിഡൻസസ് ഉണ്ടെങ്കിൽ ഇമോഷണലി ആ കാര്യത്തെ ഡീൽ ചെയ്യാതെ റാഷണലി ചിന്തിച്ചു നോക്കുക. നിങ്ങൾ പറയുന്നതാണോ തെറ്റ്, അവർ പറയുന്നതാണോ തെറ്റെന്ന് അവിടെ ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുക. അങ്ങനെ ചിന്തിക്കണമെങ്കിൽ അവരുമായിട്ട് ഒരു സേഫ് ഡിസ്റ്റൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അവരുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ ചിന്തിക്കാനൊന്നും സാധിച്ചെന്ന് വരില്ല. നന്ദി.